എല്ലാവർക്കും ശങ്കർ ഐ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്? ഈ അടുത്തിടെയായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അതിശക്തമായ മഴയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായി. അതിന് കാരണമായത് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസമാണ്. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ? അറ്റ്മോസ്ഫിയറിക് റിവർ ആർ എ നാരോ ബാൻഡ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് മോയ്സ്ചർ ആൻഡ് വിൻഡ്. അതായത് ഒരു കൂട്ടം ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഈർപ്പവും കാറ്റുമാണ് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസം. ഇത് നമ്മൾ മുകളിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നദി രൂപത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിന് അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ അറ്റ്മോസ്ഫിയറിക് റിവറിന്റെ ഒരു ഡിപിക്ഷൻ കാണാൻ കഴിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന് പറയുന്നത് കോണ്ടിനെന്റിനെ ലക്ഷ്യമാക്കിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഭാസം വളരെ അടുത്തുള്ള വാട്ടർ ബോഡീസ്, അതായത് സമുദ്രത്തിൽ നിന്നും ഒത്തിരി ഈർപ്പങ്ങളും ഒക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് ഇത് കോണ്ടിനെന്റ്സിൽ വന്ന് ലാൻഡ്ഫാൾ ആകുന്ന സമയത്ത് കോണ്ടിനെന്റ്സിൽ അതിശക്തമായിട്ടുള്ള മഴയോ മഞ്ഞോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെവിടൊക്കെയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്? യൂഷ്വലി അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ ഇത് ഒത്തിരി കാണാൻ കഴിയുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസിലാണ്. അതും ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ വശങ്ങളിലാണ് ഈ പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നത്. ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഹൗ ഇറ്റ് ഇസ് ഫോംഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി ഹാപ്പൻസ് ഡ്യൂറിംഗ് ലാർജ് സ്കെയിൽ വെതർ ഈവൻറ്റ്സ്. അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ രൂപം കൊള്ളാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. നമുക്കറിയാം, സമുദ്രത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 27 ഡിഗ്രിയിലേക്കും ചൂട് എത്തിക്കഴിഞ്ഞാൽ അതാണ് ഒരു ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ ദ ഫോർമേഷൻ ഓഫ് സൈക്ലോൺ എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സൈക്ലോൺ ലോ പ്രഷർ, അതായത് ന്യൂനമർദ്ദം ഉണ്ടാവുകയും അത് പെയ്യെ ഒരു സൈക്ലോണായി മാറുകയും ചെയ്യും. ഈ സൈക്ലോൺ പിന്നീട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമുദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നും ധാരാളം ഈർപ്പത്തെ വലിച്ചെടുക്കും. ശേഷം ഈ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന്റെ സഹായത്തോടു കൂടി ഈ ബാൻഡ് ഓഫ് ഈർപ്പവും അതുപോലെ തന്നെ കാറ്റും കോണ്ടിനെന്റ്സിനെ ലക്ഷ്യമാക്കി നീങ്ങും. ഇതാണ് അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസം രൂപം കൊള്ളാനുള്ള കാരണമായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഡ്യൂറിംഗ് ലാർജ് സ്കെയിൽ വെതർ ഈവൻറ്റ്സ് സച്ച് ആസ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ. ഈ സമയത്ത് ഈ സൈക്ലോൺ, ഈ ന്യൂനമർദ്ദം പിന്നീട് അതൊരു സൈക്ലോണായി മാറുകയും പിന്നീട് അത് ധാരാളം ഈർപ്പത്തെ കളക്ട് ചെയ്യുകയും ഈ കളക്ട് ചെയ്തിട്ടുള്ള ഈർപ്പം പിന്നീട് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന്റെ സഹായത്തോടു കൂടി കോണ്ടിനെന്റ്സിന്റെ പടിഞ്ഞാറൻ വശങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതാണ് ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസം രൂപം കൊള്ളാനുള്ള കാരണമായി മാറുന്നത്. ഇനിയും വൺസ് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ ലാൻഡ്ഫാൾ ആയി കഴിഞ്ഞാൽ ഇത് ധാരാളം, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ലാർജ് എമൗണ്ട് ഓഫ് ഈർപ്പം അഥവാ മോയ്സ്ചറിനെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് ലാൻഡ്ഫാൾ ചെയ്യുന്ന സമയത്ത് അതിശക്തമായ മഴയും പിന്നീട് അത് ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറിക് റിവർ ലാൻഡ്ഫാൾ ആയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ കഴിയുന്ന മറ്റൊരു ദുരന്തമാണ് മഡ് സ്ലൈഡ് അഥവാ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രതിഭാസ രൂപം കൊണ്ടു കഴിഞ്ഞാൽ അത് ഹരിക്കെയിൻ പോലെയുള്ള കണ്ടീഷൻസിനും വഴിയൊരുക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി പ്രോപ്പർട്ടി ഡാമേജ്, വസ്തുവകകൾക്കൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ് അറ്റ്മോസ്ഫിയറിക് റിവർ, ഇതെവിടെയാണ് യൂഷ്വലി നടക്കുന്നത്, അതുപോലെ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് റിവർ രൂപം കൊള്ളാനുള്ള കാരണം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഇമ്പാക്റ്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയർന്നതുകൊണ്ടും അതുപോലെ തന്നെ എക്സ്ട്രീം വെതർ ഈവൻറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമുക്ക് കോൾഡ് വേവ്, ഹീറ്റ് വേവ്, സൈക്ലോൺ പോലെയുള്ള എക്സ്ട്രീം വെതർ ഈവൻറ്റ്സ് വളരെ അടുത്തടുത്തായി ഉണ്ടാകുന്നത് കൊണ്ടും ഈ അറ്റ്മോസ്ഫിയറിക് റിവർ പോലെയുള്ള പ്രതിഭാസങ്ങൾ ധാരാളം കണ്ടുവരുന്നതായിട്ടാണ് ഈ ഒരു സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസിഡർ ചെയ്യും, ഒരു പ്ലാൻ രൂപീകരിക്കുമ്പോൾ ഇത്തരം ചില പ്രതിഭാസങ്ങളെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്ത അറ്റ്മോസ്ഫിയറിക് റിവർ ആണ്. സോ അതിനെ അടിസ്ഥാനമാക്കി ഈ ഒരു പ്രിലിംസ് ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Statement 1. Atmospheric rivers are most likely to occur in the western margins of the continent. ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് അറ്റ്മോസ്ഫിയറിക് റിവർ എന്ന പ്രതിഭാസം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2. ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അറ്റ്മോസ്ഫിയറിക് റിവേഴ്സ്. അതായത് താപനില കൂടുന്നതിന്റെ അനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് റിവർ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുന്നു. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും വളരെ കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2 ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.